കണ്ണുനീരില്ല വീട്ടിൽ ചെന്നു ചേരുന്ന നാൾ വരെയും കണ്ണുകളുയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹമെന്നും. റോമർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ള ജനങ്ങൾക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 8-ാം അധ്യായം, അതിൻ്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം മതി. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ അതിൻ്റെ 4-ാം അധ്യായം 17-ാം വാക്യം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം. ഹല്ലേലൂയ. കാണാത്തതും നിത്യം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാൻ ഉള്ള തേജസ്, ആ തേജസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ളതാണ്. നോ, നെവർ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ് ദൈവത്തെ നേരിട്ട് കാണുന്ന അവസ്ഥയിൽ നമ്മൾ പ്രാപിക്കുന്ന ഇറ്റേണൽ ലൈഫിൽ നമുക്ക് കിട്ടുന്ന തേജസ്സാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്. ആ തേജസ്സിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ള ജനങ്ങൾക്ക് വിശദമായിട്ട് എഴുതുന്ന ഒരു കത്താണ്. ഹല്ലേലൂയ. ലോകത്തിലെ കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ മുന്നിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്സിന്റെ മുമ്പിൽ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് കൊരിന്ത്യയിൽ എഴുതുന്ന കത്തിലും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല. അവിടെ വളരെ വ്യക്തമാക്കി സ്പെസിഫൈ ചെയ്ത് ദൈവത്തിൻ്റെ ദാസൻ അവിടെ വിവരിക്കുകയാണ്. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ എന്താ വേണം? ഇതിൽ കൂടുതൽ എന്ത് എക്സ്പ്ലനേഷൻ ആക്കാനുള്ളതാണ്? ഹല്ലേലൂയ. കാണുന്നതെല്ലാം താൽക്കാലികമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പം പ്രൈസി ചിന്തിക്കുന്നത് പപ്പായും മമ്മി എനിക്കുണ്ട്. ഉണ്ട്? ഇല്ല? ഇല്ലേ? ഉണ്ട്. അതൊരു കാലത്തേക്കേ ഉള്ളൂ. ആമേ കറക്റ്റ് ഓർ നോട്ട്? ഞാനിപ്പോൾ എൻ്റെ പപ്പായും മമ്മി എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അവർ നിത്യത്തിലേക്ക് കടന്നുപോയി. ഞാനിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നു. ആര് ചോദിച്ചാലും പറയും എൻ്റെ വീടാണ്. ഇല്ലേ?
എത്ര കാലത്തേക്കുണ്ട്? എത്ര കാലത്തേക്ക്? ആരെങ്കിലും അവിടെ വേറെ വല്ലവരും വന്ന് താമസിക്കും ഇല്ലേ? എൻ്റെ കാറ് ആര് ചോദിച്ചാലും പറയും എൻ്റെ കാറ്. എത്ര കാലത്തേക്കുണ്ട്? നൊടി നേരത്തേക്കേ ഉള്ളന്നേ. എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. ഈ മണ്ണാങ്കട്ടയ്ക്കൊക്കെ വേണ്ടി നമ്മൾ കള്ളം പറയുന്നത്, നമ്മൾ വേണ്ടാത്തതെല്ലാം ചെയ്യുന്നത് ഒന്ന് ഓർത്തു നോക്കി. ഇത്ര വിരോധാഭാസം. പാട്ടുകാരിങ്ങനെ പാടുന്നുണ്ട്, മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. ഹല്ലേലൂയ. മണ്ണെ പ്രതി മാണിക്യം വെടിയുന്ന എത്ര ബുദ്ധിഹീനമാണ്. ഹല്ലേലൂയ. ഞാനിതൊക്കെ വായിക്കുമ്പോഴുണ്ടല്ലോ, ആഴമായി ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആ പ്രത്യാശ എത്ര വലുതാണ്. ആമേൻ. അതിൻ്റെ ആഴങ്ങൾ ഈ ഭൂമിയിലെങ്ങും തീരുന്നതല്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. പിന്നെ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടതകൾ എന്ന് പറയുന്നത് എന്നാന്നറിയോ? വിശ്വാസത്തിൻ്റെ പരീക്ഷകൾ. ഒരുപാട് നമ്മുടെ ഈ നിത്യജീവിതത്തിൽ. കാരണം ലോകം മുഴുവൻ നമുക്കെതിരാണ്. ഏത് കാര്യത്തിന് പോയാലും നേരായ മാർഗത്തിൽ ഒരു കാര്യമില്ല. നേരായി ഒരു കാര്യം നമുക്ക് സാധിക്കില്ല. പക്ഷേ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, നേരായി നടക്കുന്നവന് ഒരു നന്മയ്ക്കും മുടങ്ങില്ല. ആമേൻ. നമ്മുടെ വഴി നേരാണെന്ന് വരികിൽ അവിടെ ഇരിക്കുന്നവനോട് ദൈവം പറയും. ആമേൻ. ദൈവത്തിൻ്റെ ദൂതൻ പറയും, എടാ എൻ്റെ മോനാ വരുന്നത്, അവന് നീ എഴുതി കൊടുക്കാൻ പറയും. അവൻ അറിയാതെ പറയാം, സാറേ അവിടെ ഇരി, ഇപ്പം ശരിയാക്കി. അതാണ് ദൈവത്തിൻ്റെ നീതി. അവൻ 1000 രൂപ 2000 രൂപ അവൻ്റെ കയ്യിൽ കൊടുക്കാതെ ആർക്കും ഇന്നൊരു കൊടുത്തിട്ടില്ല. അവൻ നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേന് ഹല്ലേലൂയ, നമ്മൾ ദൈവിക ആത്മാവുമായിട്ടാണ് അവിടെ കയറുന്നത്. ആ ദൈവിക കൃപയുമായിട്ടാണ് നമ്മൾ ആ ഓഫീസിലേക്ക് കയറുന്നത്. ഹല്ലേലൂയ. അതല്ലെന്ന് വരില്ല, അവൻ ഇമെയിലായിട്ട് അയച്ചു തരും. അവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുകയാണ്. നമ്മുടെ എക്സാമിൻ്റെ പേപ്പർ നോക്കുന്ന ആ എക്സാമിനർ, അവനോട് ദൈവം പറയണം, ഇതാ ശരിയാ, നീ ഫുൾ മാർക്ക് കൊടു, നീ പകുതിയല്ല ഫുൾ മാർക്ക് കൊടു. അതിന് നമുക്ക് ദൈവവുമായിട്ട് ആഴത്തിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവിക കൃപ. പിന്നെ നമ്മളല്ല വസിക്കുന്നത്, ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത്. 139 സങ്കീർത്തനം അതാണ്, നീ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് ഞാൻ അറിയും. ഹല്ലേലൂയ. പിന്നെ ടെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. അത് സാധിക്കുമോ, ഇത് സാധിക്കുമോ, ആമേൻ, എങ്ങനെ ഞാൻ പോവും, എങ്ങനെ ഈ പരീക്ഷ ഫേസ് ചെയ്യും, ഈ എക്സാം. ചില പിള്ളേർ എക്സാമൊക്കെ എടുക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി അറിയാം, അന്നേരം മോളെ എക്സാം എടുത്തോ. വലിയൊരു ഭയമാണ്. റോമർക്ക് എഴുതിയ ഈ 8-ാം അധ്യായം തന്നെ അതിൻ്റെ 31-ാം വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക്
അനുകൂലമെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ശക്തിയുമില്ല നമ്മളെ കീഴ്പ്പെടുത്താൻ, നമുക്കെതിരായി നിൽക്കുവാൻ. ഹല്ലേലൂയ. അതാണ് ദൈവിക കൃപ, ദൈവിക തേജസ് എന്ന് പറയുന്നത്. ആമേൻ. ആ ദൈവിക കൃപ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾ ദൈവിക തേജസ്സിനാൽ ചുറ്റപ്പെട്ടാണ് നടക്കുന്നത്. നമുക്ക് വിരുദ്ധമായിട്ട് വരുന്ന, ഒബ്ജക്റ്റീവായിട്ട് വരുന്ന ശക്തികൾ നമ്മൾ അതിനെ എതിരേണ്ട കാര്യം. ഒരുത്തി നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഏതെങ്കിലും പദവിയിലിരിക്കുന്ന ആരും, മാനേജറോ ആരെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരോടും അവൾക്കെതിരാണ്, സകലരോടും വഴക്കാണ്. എന്നാൽ നമ്മൾ ദൈവകൃപയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കർത്താവിൻ്റെ ദാസിയോ ദാസനോ ആണെന്ന് വരില്ല. നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ ദൈവം അവളോട് ഇടപെടുക. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കും. അന്നേരം നമ്മളോട് പറയും, ഡോണ്ട് വറി, ഐ വിൽ ഡു ഇറ്റ്. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഞാനത് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം നേരിട്ടിറങ്ങി രേഖകളെ സൈൻ ചെയ്ത് വിടുക. ആമേൻ. ആ ദൈവിക കൃപ പ്രാപിക്കുക എന്നുള്ളതാണ്, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആ ദൈവിക കൃപ പ്രാപിക്കാതെ എത്ര നാള് ഏതെല്ലാം കൂട്ടായ്മയിൽ പോയിരുന്നാലും യാതൊരു പ്രയോജനവുമില്ല. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ഇഫ് യു വാണ്ട് ടു ലീഡ് യുവർ ലൈഫ് വിത്ത് ഗോഡ്, ദിസ് ഇസ് മിറക്കിൾ ലൈഫ്. ഇവിടെ പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് ചോദിച്ചാൽ അവിടെ ഇട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആരുമില്ല. Nobody in the universe, not in the world, nobody in the universe. He is an almighty power. Hallelujah. അത്ര വലിയൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയസ് തോട്ട് ഓർ ഡോക്ട്രിൻസ്. ഇത് ജീവന്റെ വചനമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവദാസന്മാർ അവരുടെ ജീവിതം പകർത്തി എഴുതിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കള്ളത്തരമില്ല. എന്താണ് അവർ അനുഭവിച്ചത്, എന്താണ് അവർ കണ്ടത്, ഇനി എന്താണ് കാണാൻ പോകുന്നത്, അത് വെളിപ്പാട്. അതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ല, കഥ എഴുതിയിരിക്കുന്നതല്ല. This book is a living God. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമാണ്. സമയം നമ്മുടെ മുമ്പിലില്ല, കടന്നു പോകുന്നു. ഞാൻ ഇന്നലെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ വായിച്ചപ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ 8-ാം അധ്യായം 28-ാം വാക്യം വായിച്ചേ. ഹല്ലേലൂയ. ആ ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോഴത്തേന് ഒന്നുകൂടെ ദൈവസന്നിധിയിലോട്ട് എനിക്ക് ഇഴുകിച്ചേരുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതായത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. ആർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവരും നിർണയപ്രകാരം വിളിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെയാണ്.
ഹല്ലേലൂയ. ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന അതിൽ ദൈവത്തെ അറിഞ്ഞ ഒരുവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോരുക. ഹല്ലേലൂയ. ഒരുപാട് പേര് ഇവിടെ നിൽപ്പുണ്ട്. അതിൽ നിന്ന് ഒരുവനെ വിളിച്ചുകൊണ്ട് പോരുക. ഹല്ലേലൂയ. അവൻ ദൈവത്തെ അറിഞ്ഞവനാണ്. ഹി ഹാവ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഗോഡ്. അതാണ് ദൈവത്തിൻ്റെ നടത്തിപ്പ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും, സകലമാണ് ഇവിടെ എഴുതിയിരിക്കുന്നതന്നെ, സകല, ഓൾ തിങ്സ്, നോട്ട് ഓൺലി വൺ തിങ്, ഓൾ തിങ് വാട്ട് എവർ യു നീഡ്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ ദൈവമക്കൾക്ക് എന്തോ വേണം? ചിലരുടെ പ്രാർത്ഥനകളൊക്കെ കേട്ടാവുണ്ടല്ലോ, എനിക്കതില്ല, ഇതില്ല, കല്ലുപോലില്ല, പെൻസിലില്ല എന്നും പറഞ്ഞാൽ 100 ലിസ്റ്റാ. ഹല്ലേലൂയ. നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഇതിനെക്കുറിച്ച് ഒന്നും ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയതെല്ലാം ഞാൻ കരുതും. പാട്ടുകാരൻ പാടുന്നു, കരുതുന്നവേ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ, കരുതുന്നവേ കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഹല്ലേലൂയ. സ്തോത്രം. കരുതുന്നവൻ ഞാനല്ലയോ, പിന്നെ എന്തിനാ കലങ്ങുന്നവർ? ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രാഭാവം ഒന്നുകൂടെ വായിക്കാം, 8:28 മുതൽ. ഹല്ലേലൂയ. ആ ആ ഹല്ലേലൂയ. സ്തോത്രം. അതൊക്കെ വലിയ സബ്ജക്റ്റുകളാണ്. ഇന്ന് മുഴുവൻ നിന്ന് പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അല്ലെങ്കിൽ അവിടെ ഒരുപാട് പ്രോസസ്സിങ്ങിനെ കുറിച്ച് 1 by 1 ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുക. വിളിച്ച് വേർതിരിക്കുക, ആ വേർതിരിച്ചവരെ ഹല്ലേലൂയ നീതീകരിക്കുക, നീതീകരിച്ചവരെയാണ് തേജസ്കരിക്കുന്നത്. ഹല്ലേലൂയ. നീതീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ തിന്മകളെക്കുറിച്ച് വേർതിരിച്ചറിയുവാനുള്ള ദൈവീക വരം, ദൈവീക കൃപ നമ്മളിൽ തരിക. അതുവരെ ആ ചിന്താഗതിയില്ല. അതായത് ദൈവത്തെ അറിയാതെ നശിച്ചു പോകുന്ന ഒരു ജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു നീതീകരണത്തിൻ്റെ ഒരു ആത്മാവില്ല. അവരില്ല. എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീതീകരിച്ചും, നീതീകരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സാണ് ഹല്ലേലൂയ തേജസ്കരിക്കുക, ദൈവത്തിൻ്റെ കൃപ അവരിൽ പകരുക. ഹല്ലേലൂയ. ഈ നീതീകരണത്തിൻ്റെ സാക്ഷിയാണ് ജലസ്നാനം എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ.
അതോടെ നീതീകരണം അവിടെ പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ പിന്നെ തേജസ്കരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരനുഭവം. യേശുവിൻ കൂടെ. ആ പാട്ട് ഞാൻ എഴുതിയത് ഈ ഭാഗം സ്റ്റഡി ചെയ്തിട്ടാണ്. സമയം വളരെ കടന്നുപോയി. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ങി നടത്തിടും മാറോടണച്ചിടും നാഥന്റെ സ്നേഹമെന്നും